Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ആരോഗ്യത്തോടെ ജീവിതം ആനന്ദകരമാക്കാൻ കർക്കിടക ചികിത്സ. തുറവൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഔഷധക്കഞ്ഞി വിതരണവും സംഘടിപ്പിക്കും. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിന്റെ സമയമാണ്. പൂർവികരുടെ കാലം മുതൽ പഞ്ഞമാസം എന്ന് പറയപ്പെട്ടിരുന്ന കർക്കിടകത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. പൗരാണിക കാലം മുതൽ കർക്കിടക കഞ്ഞി മലയാളികളുടെ ജീവിതചര്യയുടെ ഭാഗമാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും വിവിധ സംഘടനകളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇത്തരത്തിലുള്ള ദൗത്യമാണ് അങ്കമാലി തുറവൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ BV രഞ്ജിത് കുമാർ ഏറ്റെടുത്തത്. ഗ്രാമപഞ്ചായത്തിന്റെയും ഹിമാലയ വെൽനസ് കമ്പനിയുടെയും സഹകരണത്തോടെയാണ് ഔഷധക്കഞ്ഞി വിതരണവും സൗജന്യ രക്തപരിശോധനാ ക്യാമ്പും ശില്പശാലയും സംഘടിപ്പിച്ചത്. ശിവജിപുരം കമ്മ്യൂണിറ്റി ഹാളിൽ തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയ് ഔഷധക്കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. കടുത്ത വേനലിന്റെ ചൂടൊക്കെ കഴിഞ്ഞ് നമ്മൾ കർക്കിടക മാസത്തില് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ആയുർവേദ കഞ്ഞി, അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ രക്തപരിശോധന ക്യാമ്പ് ഉണ്ടായി. ഹോമിയോ ഡോക്ടർ നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ഒരു ദിവസത്തെ നല്ല വിജയത്തിന് വേണ്ടി ഏകദേശം 1 മാസം മുൻപേ എന്നോട് വാർഡ് മെമ്പർ പറഞ്ഞു, ഇന്ന് ഈ മാസം അവസാനം ഔഷധക്കഞ്ഞിയുടെ പ്രസിഡന്റ് വരണോട്ടോ, എല്ലാവരും അതിൽ പങ്കെടുക്കണം, എല്ലാവരും ഫോട്ടോ വെച്ചിട്ട് നമുക്ക് നല്ല വിജയമാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ദിവസം പറഞ്ഞാൽ മതി, ഞങ്ങളെ എല്ലാവരും ഞങ്ങളതിൽ പങ്കെടുക്കും. അപ്പൊ വളരെ നല്ല രീതിയിലാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഈ കർക്കിടക കഞ്ഞി, അതായത് ഔഷധക്കഞ്ഞിയുടെ രാവിലെ തുടങ്ങിയുള്ള ഇവിടെ ഡോക്ടർ ഉൾപ്പെടെ നമ്മുടെ ഡോക്ടർ ഉൾപ്പെടെ വന്ന് ഇവിടെ വന്ന് ഇന്നത്തെ നല്ലൊരു ദിവസം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് ചെലവഴിച്ചിട്ടുള്ളത്. ഇത് ഈ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നമ്മളുടെ ഇവിടെ ഈ ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ ഔഷധക്കഞ്ഞിയുടെ വിതരണം ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാർഡ് മെമ്പർ VV രഞ്ജിത് കുമാർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൻസി തങ്കച്ചൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MS ശ്രീകാന്ത്, MM പരമേശ്വരൻ, പഞ്ചായത്ത് സെക്രട്ടറി KC ദീപ, കൃഷി ഓഫീസർ കാർത്തിക, ഡോക്ടർ അലിൻ, ഡോക്ടർ ശ്രീലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഹാപ്പിനെസ് അധ്യാപകൻ ഡോക്ടർ PS ജീവൻ ശില്പശാല നയിച്ചു. ലങ് കപ്പാസിറ്റി കൂടുന്നു, ശ്വാസകോശത്തിൻ്റെ വലിപ്പം, അകത്തുള്ള അറകൾ കൂടുതൽ വരുന്നു, അപ്പോൾ എടുക്കുന്ന ശ്വാസത്തിൻ്റെ അളവ് കൂടുന്നു, ഓക്സിജൻ്റെ അളവ് കൂടുന്നു, ശരീരത്തെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് പോകണു, പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ ശുദ്ധീകരണം പക്കയായിട്ട് നടക്കണു. ഈ ശ്വാസവും മനസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ദേഷ്യം വരുമ്പോൾ എങ്ങനെ ശ്വസിക്കുക? ശരിയാക്കി തരാട്ടോ. എങ്ങനെ ശ്വസിക്കും? ഫാസ്റ്റ് ആവൂലേ? സങ്കടം വരുമ്പോൾ എങ്ങനെ ശ്വസിക്കുക? ഇങ്ങനെ ഇരിക്കണ്ടാവും, സ്ലോ ആവും. ക്ലിയർ ആണോ? ദേഷ്യം വരുമ്പോൾ ഫാസ്റ്റ് ആവണു, സങ്കടം വരുമ്പോൾ സ്ലോ ആവണു. എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ, ഒരു പാമ്പൊക്കെ വട്ടം പോയാൽ നമ്മൾ എന്ത് പറയും? എൻ്റെ ശ്വാസം നിന്നു പോയിട്ടോ എന്ന് പറയും. ക്ലിയർ ആണോ? നല്ല സന്തോഷമുള്ളപ്പോൾ എങ്ങനെ ശ്വസിക്കുക? നല്ല താളത്തിലായിരിക്കും ശ്വസിക്കുക. അപ്പോൾ നമുക്ക് ഇമോഷൻസ് മാറണനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? ശ്വാസതാളം മാറുന്നുണ്ട്. ദേഷ്യം വരുമ്പോൾ ഫാസ്റ്റ് ആവണു, സങ്കടം വരുമ്പോൾ സ്ലോ ആവണു, നിന്നു പോകണ പോലെ തോന്നണു, സന്തോഷമുള്ളപ്പോൾ നല്ല താളത്തിലാണ്. എങ്കിൽ ഈ ശ്വാസത്തെ ചില പ്രത്യേക രീതിയിൽ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്താ? ഇമോഷൻസ് മാറണമെങ്കിൽ ശ്വാസത്തെ ചില പ്രത്യേക രീതിയിൽ പ്രാണായാമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മനസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എവിടെ ദേഷ്യപ്പെടണം, ഞാൻ എവിടെ സങ്കടപ്പെടണം, ഞാൻ എങ്ങനെ എൻ്റെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, അങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിങ്ങനെ പാറി നടക്കേണ്ട ഒരു പട്ടമാണെങ്കിൽ ശ്വാസം എന്ന ചരട് കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രാണായാമം പഠിച്ചാലോ? വേണോ? മനസ്സിനെ കൺട്രോൾ ചെയ്യണോ? അത് അവിടെ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കണോ? ഈ മനസ്സ് പോകുന്നതാണ് 70% അസുഖങ്ങളുടെയും കാരണം. മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് വരുന്ന അസുഖങ്ങളാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന 70% അസുഖങ്ങളും. അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ മനസ്സിനെ കൺട്രോൾ ചെയ്താൽ മതി.
അതിനൊരു പ്രാണായാമം പഠിച്ചാലോ? പഠിക്കാം. കൈ ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ വെച്ചേ, മേളിലേക്ക് പൊക്കിയേ, തുറന്നേ, തിരിച്ചു വെച്ചേ. മറ്റേ ജഗതി പൊക്കണമല്ലോ പൊക്കല്ലേ. അപ്പ് ഡൗൺ, ഇൻ ഔട്ട്. ഇത് ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് നല്ല ജലദോഷമുണ്ട്. ടൗലില്ല, നമ്മളെങ്ങനെയാ വലിക്കാറ്? ഒരു വലിക്കൂലേ? അപ്പൊ കൈ മേളിലേക്ക് പോകുമ്പോ എങ്ങനെ ശ്വാസം എടുക്കണം? ഔട്ട് എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് കളയണം. അപ്പൊ മൂക്കിന്റെ തുമ്പത്തൊരു പ്രാണി ഇരിക്കുകയാണ്, കളയാൻ വേറെ നിവൃത്തിയില്ല. എങ്ങനെ കളയും? ഔട്ട്, ഇൻ. ഇത്രയും പേരുടെ ചീറ്റല്ലോ ഒച്ചയാണ് കേൾക്കണേ. ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. കൈ പൊങ്ങട്ടെ. ഇൻ, തുറക്കട്ടെ. ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. കൈ മടിയിൽ വെക്കാം. ഇതിന് ഭസ്ത്രിക പ്രാണായാമം എന്നാ പറയാം. എന്താ പറയണേ? ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി പെട്ടെന്ന് കൂട്ടുന്ന പ്രാണായാമമാണ്. ഇത് ചെയ്താൽ എങ്ങനെയാണെന്നറിയോ? ശ്വാസകോശം പെട്ടെന്ന് വികസിക്കും, കഫക്കെട്ട് പോലുള്ള അസുഖങ്ങൾ വരുന്നത് കുറയും. ഇനി നമുക്ക് 2 റൗണ്ട് കൂടി ചെയ്യാം. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല, പക്ഷെ കുറച്ച് നേരത്തേക്ക് കണ്ണടച്ചു വെച്ച് ചെയ്താലോ? എനിക്കറിയാം കാണാതിരിക്കാൻ. ഇനി കണ്ണു തുറക്കുന്നവരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ, എന്നോട് കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത കാര്യം നമ്മൾ കണ്ണടച്ച് ചെയ്യാൻ പോവാണ്. ഭസ്ത്രിക പ്രാണായാമത്തിന് കൈകൾ വെക്കാം. അയഞ്ഞ കൈമുട്ടി ഇങ്ങനെ വെക്കൂ. ചുരുട്ടി 2 കൈ വെക്കും. എൻ്റെ ഒരു കയ്യിൽ മൈക്കായതുകൊണ്ടാണ്. കണ്ണടച്ചു വെക്കും. ഇനി എപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കാൻ പറയണം അപ്പം മാത്രമേ കണ്ണു തുറക്കുള്ളൂ. ഓക്കെ, ഇൻ, കൈ മേളിൽ പോകണം. ശ്വാസം എടുത്തുകൊണ്ട് ഔട്ട്, ഇൻ, ഔട്ട്. ശ്വാസം എടുക്കണം, ശബ്ദം ഉണ്ടാവണം. ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. കണ്ണുകൾ അടച്ച്. ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട് ആൻഡ് റിലാക്സ്. കണ്ണടഞ്ഞു തന്നെ ഇരിക്കണു, കൈകൾ മടിയിൽ മലർത്തി വെക്കണു. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കണു, കൈകൾ മടിയിൽ മലർത്തി വെക്കണു. ശരീരത്തിലുണ്ടായ ഊർജ പ്രവാഹം ശ്രദ്ധിക്കാം. ശരീരത്തിലുണ്ടായ ഊർജ പ്രവാഹം ശ്രദ്ധിക്കാം. മൂന്നാമത്തെ റൗണ്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ 100% ചെയ്യുന്നു. 200ഓളം പേർക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. രക്തപരിശോധനാ ക്യാമ്പിൽ 100-ലേറെ പേർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.